കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വടകര കടമീരി സ്വദേശി ടി.കെ. ആൽവിനാണ് മരിച്ചത്. നടു റോഡിൽ വെച്ച് രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി അനൂപ് ദാസ് അവിടെ തുടരുന്നുണ്ട്. അനൂപ്, നാട്ടുകാരുടെ എല്ലാം പ്രതികരണം നേരത്തെ നമ്മൾ കേട്ടതാണ്. ഇത് സ്ഥിരമായി റീൽസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നും ഇപ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിൽ അപകടമായ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. നേരത്തെ ഒരു ബൈക്ക് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നു. അല്പസമയം മുൻപ് സംസാരിച്ച ഹരിഹരൻ, അദ്ദേഹവും ഈ നാട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ റീൽസ് ചിത്രീകരണമൊക്കെ തുടർച്ചയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥലം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ക്യാമറമാൻ വ്യാസ് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കും. അതായത് നീണ്ടു കിടക്കുന്ന ഒരുപാട് നീളത്തിലേക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണിത്. ഈ റോഡിൽ രാവിലെ ഒരു വെളിച്ചം വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നിലയിൽ രാവിലെ 6 മണി മുതൽ ഇങ്ങോട്ട് ഒരു 7:30-8 മണി വരെ കാര്യമായി വാഹനങ്ങൾ ഉണ്ടാവില്ല. റീൽസൊക്കെ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എന്ന് നമുക്ക് പറയാവുന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സാധാരണ വർക്കിംഗ് ഡേയിൽ 6 മണി മുതൽ ഒരു 7:30-8 മണി വരെയുള്ള സമയത്ത്, അതല്ലാത്ത ഞായറാഴ്ച രാവിലെയൊക്കെ കാര്യമായി റേസിങ്ങും ചേസിങ്ങും ഒപ്പം തന്നെ റീൽസ് ചിത്രീകരണവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഈ സ്ഥലത്ത് വെച്ച് റേസിംഗ് നടത്തുമ്പോഴാണ് അപകടമുണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി ഇവിടുത്തെ 2 CCTVകളിൽ, ഈ BS7 എന്ന ചെരുപ്പ് കടയുടെ 2 CCTVകളിൽ പതിഞ്ഞിട്ടുണ്ട്. രാവിലെ അത് ആളുകൾക്കെല്ലാം ഇവർ കാണിച്ചു കൊടുത്തതുമാണ്. എന്നാൽ അതിനുശേഷം 7:30 അപകടമുണ്ടായി. 11:30 ആൽവിൻ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പോലീസ് ഇവിടെ എത്തി ഇവരോട് ഈ ദൃശ്യങ്ങൾ ആർക്കും കൈമാറരുത് എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ ആർക്കും കൈമാറില്ല എന്നാണ് ചെരുപ്പ് കട ഉടമകൾ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ കാര്യം എന്ത് എന്നാൽ ഈ റോഡിലാണ് അപകടം നടക്കുന്നത്.